യൂദയുടെ ലേഖനത്തിൻ്റെ 3-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു കളഞ്ഞു. വിശ്വസിക്കാത്തവരെ നശിപ്പിച്ചു കളയുക. പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു തന്നിരിക്കുന്ന ഈ പ്രമാണത്തെ വിശ്വസിക്കാതെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിപുത്ത് ഉപദേശവും അതിൻ്റേതായ നിലയിൽ വിശ്വസിക്കാതെ മുൻപോട്ട് പോയാൽ അവരെ എന്ത് ചെയ്യും? ദൈവം നശിപ്പിച്ചു കളയും. അവരെ പിശാചിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ആത്മീയ ജീവിതം. വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. കുറച്ച് പേരൊക്കെ കുറച്ച് നാൾ ഈ പ്രമാണമൊക്കെ അനുസരിച്ച് മുമ്പോട്ട് പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ അവസരവാദികളായി അവരവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഉപദേശത്തെയൊക്കെ കുടിച്ചു മൂടി അവരുടെ ഇഷ്ടപ്രകാരം അവർ ജീവിക്കാൻ തുടങ്ങി. ഞാൻ അവരോട് പറയാൻ തുടങ്ങി, നിങ്ങൾ ഈ ഉപദേശം കേട്ടിട്ട് ഇതൊക്കെ കൊണ്ട് കുടിച്ചു മൂടി നിങ്ങളുടെ തന്നിഷ്ടപ്രകാരം ജീവിച്ചാൽ നിങ്ങൾ നശിച്ചു പോകും. അല്ല, നിങ്ങൾ തന്നെ ഉത്തരവാദി. ദൈവം തന്നെ നിങ്ങളെ നശിപ്പിച്ചു കളയും. അപ്പം നമ്മൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. സത്യവേദ പുസ്തകത്തിലെ വചനങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഊഹാപോഹങ്ങളൊന്നുമല്ല, സ്വന്തം നിരൂപണങ്ങളോ സ്വന്തം കൈ നിട്ട് പറയുന്ന കാര്യങ്ങളല്ല. മിസ്രയീം ജനത്തുനിന്ന് ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് 430 സംവത്സരം അടിമകളായി കൊണ്ടുവന്നവരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്നിട്ട് വാഗ്ദത്ത കനാനിൽ പ്രവേശിക്കാൻ നേരത്ത് 2 പേരും ഒരിളം തലമുറ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്തു? വചനം തന്നെ പറയുന്നത് ശ്രദ്ധിക്കാം. എബ്രായ ലേഖനം എടുത്താട്ട് എബ്രായ ലേഖനത്തിൽ അവരെ കുറിച്ച് പറയുന്നുണ്ട്. എബ്രായ ലേഖനൻ്റെ 3-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ വളരെ അഗ്രഹകരമായ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്നപ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് എന്ന് പറയുന്നതിൽ ആരോടാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ? മിസ്രയീമിൽ നിന്ന് മോശമുഖാന്തരം പുറപ്പെട്ടവർ എല്ലാവരുമല്ലോ. 40 ആണ്ട് ആരോട് ക്രുദ്ധിച്ചു? പാപം ചെയ്തവരോടല്ലയോ? അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ലെന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. മനസ്സിലായില്ലേ? അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1 എന്നുള്ള വാക്യം വായിക്കുമ്പോൾ ഇവിടെ എബ്രായ ലേഖനത്തിൽ വേറൊരു ഭാഗത്ത് അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി, അവർ മരുഭൂമിയിൽ പട്ടുപോയി എന്ന് കൊരിന്ത്യർ ലേഖനം എടുക്കണ്ട. അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി, അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ പട്ടുപോയി എന്ന് 1 കൊരിന്ത്യർ ലേഖനം 1-ന്റെ 1 മുതൽ 5 വരെയും എബ്രായ ലേഖനം 3-ാം അധ്യായത്തിലും നമുക്ക് പഠിക്കാൻ കഴിയുന്നു. അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി, അവർ പട്ടുപോയി, അവർ നശിച്ചുപോയി. കാരണക്കാരാരാ? അവർ തന്നെ. അപ്പോൾ ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസ പ്രമാണം മുറുകെ പിടിച്ചുകൊണ്ട് നാം മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമ്മുടെ ആത്മരക്ഷ പ്രാപിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. തെസ്സലോനിക്ക ലേഖനം പറയുന്നത് അതാ, നിങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുക. കുറച്ച് നാൾ പ്രമാണിച്ചിട്ട് കുറച്ച് നാൾ ഇട്ടിട്ട് പോയാൽ ആർക്കാ നഷ്ടം? എനിക്കറിയാം, നമ്മുടെ കൂടെ കുറേ സഹോദരന്മാരൊക്കെ ഉണ്ട്. കുറച്ച് നാൾ ഭയങ്കര പാട്ടൊക്കെ പാടി സന്തോഷിച്ച് നടന്നവരാ. അവസരങ്ങൾ വന്നപ്പോൾ എന്ത് ചെയ്തു? എല്ലാവരും ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും കാല് മാറുന്ന പോലെ കാല് മാറി. എനിക്കെന്നാ വിഷയം? അവർ ഫോൺ വിളിച്ചാൽ പോലും എടുക്കാൻ നമുക്ക് സമയമില്ലെന്നേ. അവരോടൊക്കെ എന്താ പറയാനാ? ഛർദ്ദിച്ച് കളഞ്ഞതൊക്കെ വാരി തിന്നുകൊണ്ടിരിക്കുന്നവരോട് നമ്മൾ എന്താ പറയാനാ? എന്ത് പറയാനാ? ഈ ഉപദേശങ്ങളൊക്കെ വിട്ട് കളഞ്ഞിട്ട് പിന്നെയും പോയി ഛർദ്ദിൽ വാരി തിന്നുകൊണ്ടിരിക്കുന്നവരോട് എന്തോ പറയാനാ? ഒന്നും പറയാനില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ യൂദ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാന പഠനം വളരെ വലുതാണ്. കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. 6-ാം വാക്യം, യൂദ 6-ാം വാക്യം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്താ ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താ?
തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ ലൂസിഫർ ദൈവത്തിൻ്റെ ദൂതനായിരുന്നു. അവൻ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മീതെ എൻ്റെ സിംഹാസനം വയ്ക്കുമെന്ന് ഹൃദയത്തിൽ പറഞ്ഞപ്പോൾ തന്നെ ദൈവം അവനെ വെട്ടി തറയിട്ടു. അപ്പോൾ അവനൊരു വാഴ്ച കൊടുത്തിരുന്നു. ദൂതന്മാർക്ക് ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അതിനപ്പുറം കയറി കളിക്കാതെ, അപ്പുറം കയറി ചിന്തിച്ച്, അപ്പുറം കയറി കളിക്കാൻ ശ്രമിച്ചപ്പോൾ എന്ത് പറ്റി? ദൈവം അവനെ നശിപ്പിച്ചു. ഓരോരുത്തർക്കും വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ ആ വിശ്വാസത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ഓരോരുത്തർ പ്രവർത്തിക്കണം. ഓരോരുത്തർക്കുള്ള ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ സ്തോത്രം നിയമനവും മനസ്സിലാക്കി അതിൽ നിന്നോണം. ആശാകാനുള്ള യോഗ്യതയില്ലെങ്കിൽ ഒരു വിശ്വാസിയായിട്ട് തന്നെ ഇരുന്നോണം. ദൈവം ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചെങ്കിൽ ആ ശുശ്രൂഷ ഏറ്റെടുത്ത് ഏത് അവയവമാണെന്ന് തിരിച്ചറിഞ്ഞ് അവയവത്തിൻ്റെ പ്രവൃത്തി ചെയ്ത് ദൈവനാമത്തിൽ മഹത്വമായി നിലകൊള്ളണം. ഇന്നിപ്പോൾ വഴിയെ പോണവനും വരണവനും പിടിക്കവനും ഒക്കെ ശുശ്രൂഷ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നടക്കുക. പരിണിത ഫലം ജനം മുഴുവൻ നശിച്ച് 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 നാമാവിശേഷമായിക്കൊണ്ടിരിക്കുക. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. ലോകത്തുള്ള എല്ലാവരെയും നിയമിച്ചിട്ടില്ല. ദൈവം ചിലരെ നിയമിച്ചു. അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവരെ മാത്രമേ ദൈവത്തിന് ശുശ്രൂഷിക്കാൻ കഴിയത്തുള്ളൂ. വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്ന നിലയിൽ ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. തന്നിമിത്തം എന്തു പറ്റുന്നു? ജനത്തിന് പഥ്യവചനം, പഥ്യോപദേശം കിട്ടാൻ കഴിയാതെ അവർ നശിച്ച് നാമാവിശേഷമായിക്കൊണ്ടിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ പോരാ. പഥ്യവചനം, പഥ്യോപദേശം അതിൻ്റെ വ്യക്തതയോടെ, കൃത്യതയോടെ ജനത്തിനെടുത്തു കൊടുക്കണം. അതാ ഞങ്ങൾ ചെയ്യുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഈ ദൂതസഞ്ചയത്തെ ദൈവം വെട്ടിക്കളഞ്ഞപ്പോൾ അവൾ ദുരാത്മാക്കളായി. ഈ ദുരാത്മാക്കൾ മഹോദരകാലത്ത് ജനത്തെ പീഡിപ്പിക്കാൻ വേണ്ടി ദൈവം അതിൻ്റെ കീഴിൽ അടച്ചു സൂക്ഷിച്ചിരിക്കുക എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനെ അഴിച്ചുവിടും. ഒരു സമയമുണ്ട്. സ്തോത്രം. ഇവിടെ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മളത് വായിച്ചല്ലോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ അവരവൻ നിന്നുകൊള്ളണം. ഒരു വിശ്വാസിയായിട്ട്, ഒരു സുവിശേഷകനായിട്ട്, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനായിട്ട് വിളിച്ചെങ്കിൽ ആ നിലയിൽ ആ ഓരോരുത്തർക്കും അവരവർക്ക് കൊടുത്ത വിശ്വാസത്തിൻ്റെ വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നോണം, അവസ്ഥയ്ക്കുള്ളിൽ നിന്നോണം. അതിനപ്പുറമായിട്ട് ആരും കയറി എന്ത് ചെയ്യരുത്, വരരുത് മുമ്പോട്ട്. ഞാൻ ആ വാക്യം വേണമെങ്കിൽ വായിച്ച് കേൾപ്പിച്ചു തരാം. 12-ാം അധ്യായമാണ് റോമാലേഖനം, 12-ാം അധ്യായം. അതിലെ വ്യക്തമായിട്ട് പൗലോസ് അത് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഭാവിക്കേണ്ടതിന് മീതെ ഭവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാവണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങൾ ഓരോരുത്തരും പറയുന്നു. അപ്പോൾ ഓരോരുത്തർക്ക് ലഭിച്ച വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ ഓരോരുത്തരും നിന്നുകൊള്ളുക. ഇതിനപ്പുറം കയറി പോകരുത്. ഒരു സുവിശേഷനായി വിളിക്കപ്പെട്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം, നിർമ്മലമായ സുവിശേഷം പ്രസംഗിച്ച് അങ്ങ് പൊക്കോണം. കയറി സഭയെ പഠിപ്പിക്കാനും ഉപദേശിക്കാനൊന്നും നിൽക്കരുത്. ഇന്ന് കഴിഞ്ഞാൽ പാളിപ്പോവും. ദൈവം ശുശ്രൂഷ ഫലമേൽപ്പിച്ചവരുണ്ട്. അവരത് ചെയ്യും, അവരത് ചെയ്തോളും. അതിൻ്റെ ഇടയ്ക്ക് കയറി ആവശ്യമില്ലാത്തതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവസാനം എന്തു ചെയ്യും? തമ്പുരാൻ തള്ളിക്കളയും. ദൈവകൃപയിൽ നമ്മൾ നശിച്ചു പോകും. ആത്മീക ശുശ്രൂഷ അല്ലെങ്കിൽ പുതിയ നിയമ ദൈവവചന പ്രഘോഷണം, സഭയുടെ ഉപദേശം എല്ലാവർക്കും പറയാൻ പറ്റത്തില്ല. ദൈവം ആക്കി വെച്ചവർക്ക് മാത്രമേ ഇത് പറയാൻ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ പ്രത്യേക നിയോഗമുണ്ട് അതിനു വേണ്ടി. ദൈവം അതിനുവേണ്ടി ആത്മശക്തി തന്ന് ആക്കി വെച്ചവരുണ്ട്. അവരത് പറയും. അല്ലാത്തവരെല്ലാം കൂടി പറഞ്ഞാൽ അതാ ഇപ്പോൾ ആത്മീയ കോളം കുട്ടിച്ചോറായി കിടക്കുന്നതിൻ്റെ കാരണം. ദൈവം ആക്കി വെച്ചവരുണ്ട്, സംഘടന ആക്കി വെച്ചവരുണ്ട്, സ്വയം കയറി ആയവരുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഇന്ന് നിലവിൽ വളരെ കുറവാണ്. സംഘടന ആക്കി വെച്ച പാസ്റ്റർമാർ സംഘടന മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഇത്ര സംഘടനയുണ്ട്, ഞങ്ങൾ ഇന്ന ആൾക്കാരാണ്, ഞങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ വലിയ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അവർ. അതൊന്നും കൊണ്ട് ആത്മീയമായ ഒരു ഗുണവും ആർക്കും വരാൻ പോകുന്നില്ല. നിങ്ങളെ വചനം പ്രസംഗിച്ച് നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. ദൈവവചനം പ്രസംഗിച്ച് ജനത്തെ വചന വ്യവസ്ഥയിലൂടെ നടത്തി കർത്താവിൻ്റെ വരവിന് വേണ്ടി ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി ഒതുക്കി നിർത്തുക എന്നുള്ളതാണ് പുതിയ നിയമ
ശുശ്രൂഷകന്മാരുടെ ഉത്തരവാദിത്വം. അതിന് വല്ലവനും വഴിയെ പോകുന്നവനും വരുന്നവനും ഒക്കെ കയറി പ്രസംഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രസംഗിക്കുന്നവനും അതിൻ്റെ ഭാരവാഹികൾക്കൊക്കെ ഇഷ്ടം പോലെ കാശും കാര്യങ്ങളും കിട്ടും. പക്ഷെ ആത്മീയമായി ഒരിഞ്ച് പോലും ആരും വളരത്തില്ല. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവർ. 8, 10, 15, 20, 30, 40 വർഷമായി വിശ്വാസികൾ ഉപദേശത്തിൻ്റെ ഒരു കഷ്ണം പോലും അറിയാത്തവരുണ്ട്. എനിക്കറിയാം. ഒരു ഉപദേശം അറിഞ്ഞുകൂടാത്ത വിശ്വാസികൾ ഇന്നുമുണ്ട്. കണ്ട ചപ്പും ചവറും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതിൻ്റെ കാര്യം എന്താ? ദൈവമാക്കി വെച്ച ശുശ്രൂഷകന്മാരിൽ നിന്ന് ആ ദൈവവചനം കേട്ട് പഠിക്കണം. അതിനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ടാണ് ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ യൂദ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യം, കർത്താവ് ജനത്തെ മിസ്രയീമിൽ രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം സ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ ചങ്ങലയ്ക്കായി വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അവരെല്ലാം ദുരാത്മാക്കളായി മാറി. ആ ദൂതസഞ്ചയം, ലൂസിഫറും അവൻ്റെ ദൂതസഞ്ചയങ്ങൾ ഒരു വലിയ ശതമാനം ദുരാത്മാക്കളായി മാറി. അവരെ ദൈവം ശിക്ഷിച്ച് ചങ്ങലയിട്ട് സൂക്ഷിച്ചിരിക്കുക അന്ത്യകാലത്തേക്ക് വേണ്ടി എന്നാണ് ഇവിടെ യൂദ പറയുന്നത്. 7-ാം വാക്യം. അതുപോലെ സോദോം ഗൊമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജടം മോദിച്ച് നടന്നതിൻ്റെ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. സോദോം ഗൊമോറയും ദൃഷ്ടാന്തമായി കിടക്കുന്നു. സോദോമിൻ്റെ പാപം എന്താ? തീൻപുളപ്പ്. 1 തീൻപുളപ്പ്, 2 അഹങ്കാരം. ഞങ്ങളെ ആരും ഒന്നും ചെയ്യത്തില്ലെന്നൊരു അഹങ്കാരം. ഭക്ഷണ കാര്യങ്ങളിൽ നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും ഭൂജീവന ചിന്തകളാലും ഭാരപ്പെടും. അപ്പം അതിഭക്ഷണം ഇന്നത്തെ ഏറ്റവും വലിയ പാപമാണ്. ഈ അറബ് നാടുകളിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ അവർ ഭക്ഷിക്കുന്ന ഭക്ഷണമൊക്കെ ഞങ്ങൾ അവരോട് കൂടെ ഇരുന്ന് ഭക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയുക, ഒരു 2, 3, 4 പേർക്ക് 5 പേർക്കൊക്കെ ഒരാട് അങ്ങനെ തന്നെ തരിക. അത് തിന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 10 പേർക്ക് തിന്നാൻ കാണും ചോറും കറിയും. അത് കൊണ്ടുപോയി കളയുക ചെയ്യുന്നത്, വേസ്റ്റ് കളയുക ചെയ്യുന്നത്. ഇവിടേക്കാണെങ്കിൽ നമ്മൾ പൊതിഞ്ഞു കെട്ടിയ ഒരു കല്യാണത്തിനൊക്കെ എന്തെങ്കിലും ബാക്കി വന്നു കഴിഞ്ഞാൽ ഒരു കാറ്ററിംഗുകാർ ഓർഡർ കൊടുത്തിട്ട് ബാക്കി വന്ന് നമ്മളെല്ലാം പൊതിഞ്ഞു കെട്ടി വീട്ടിൽ കൊണ്ടുവരും. അയൽവാസികളെ കൊടുത്ത് അത് നശിപ്പിച്ച് കളയാതെ അത് ആർക്കും കൊടുക്കും. മറ്റേതായാലും നശിപ്പിച്ച് കളയാറുണ്ട്. ഈജിപ്തുകാരുടെ ഭക്ഷണം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. സൗദിയുടെ ഭക്ഷണം കണ്ടിട്ടുണ്ട്. സിറിയക്കാരുടെ, സുഡാനികളുടെ ഇഷ്ടം പോലെ ഭക്ഷണം നശിപ്പിച്ച് കളയാ ചെയ്യുന്നത് അവരെ. സോദോം ഗൊമോറയുടെ പ്രധാന പാപം തീൻപുളപ്പ്, അഹങ്കാരം, അനുസരണക്കേട്. അത് നിമിത്തമായ പട്ടണത്തിന് എന്ത് സംഭവിച്ചു? സോദോം ഗൊമോറയെ ദൈവം എന്ത് ചെയ്തു? തീ കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. പുതിയ നിയമ വിശ്വാസിക്ക് ഒരു ദൃഷ്ടാന്തമായിട്ട് എടുത്ത് പറയുകയാണ് യൂദ. സോദോം ഗൊമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജടം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. പുതിയ നിയമസഭയ്ക്ക് സോദോം ഗൊമോറയും ഒരു ദൃഷ്ടാന്തമാണ്. അഹങ്കാരികളായ സോദോം നിവാസികൾ, അതിഭക്ഷണക്കരായ സോദോം നിവാസികൾ, നിഗളികളായി, അഹങ്കാരികളായി, ഭോഗപ്രിയരായി, ജഡീക സുഖത്തിൽ ജീവിക്കുന്നവർ. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 32 വരെ വായിച്ചു പഠിച്ചു. ആ കാറ്റഗറിപ്പെട്ടവരായിട്ട് അവരും പോയി. വലിയ പാപമാണ് ദൈവമക്കളെ, മനസ്സിലാക്കുക. അപ്പോൾ ഏത് പട്ടണമാണെങ്കിലും ഏത് രാജ്യമാണെങ്കിലും ദൈവവ്യവസ്ഥ പാലിക്കാതെ ജീവിച്ചാൽ അവരെ ദൈവം കഠിനമായി ശിക്ഷിക്കുമെന്ന് ഈ വേദഭാഗത്തിൽ നിന്ന് നമുക്കൊരു ഗുണപാഠം പഠിച്ചെടുക്കാൻ കഴിയും. നമുക്കറിയാം, പല രാജ്യങ്ങളും, നിഗളിച്ച പല രാജ്യങ്ങളുണ്ട്, ഇന്ന് ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട്. ജർമ്മനി ഭരിച്ച ഹിറ്റ്ലർ ഒരു വലിയ നെഗളിയായിരുന്നു. മുസോളിനി, അലക്സാണ്ടർ,
അങ്ങനെ വലിയ വലിയ രാജ്യം ഭരിച്ച ഭരണകർത്താക്കളും രാഷ്ട്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ എവിടെ പോയി? അവരെല്ലാം ചീട്ട് കൊട്ടാരം പോലെ തകർന്നു പോയ ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിഗളികളെ ദൈവം താഴ്ത്തും, അഹങ്കാരികളെ ദൈവം താഴടിയാക്കും. ഈ ഇസ്ലാം രാജ്യങ്ങളിൽ ഇറാനെ കുറിച്ച് പറയുമ്പോൾ ഇറാന്റെ പഴയ പേര് പാർസികളെന്നാണ്. വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 രാജ്യങ്ങളാണ് ഇറാനും ഇറാഖും. സൗദിയൊക്കെ പിന്നെ വന്നതാണ്, മറ്റു പല രാഷ്ട്രങ്ങളും പിന്നെ രൂപപ്പെട്ടു വന്നതാണ്. പുരാതന രാജ്യങ്ങളിലെ ഏറ്റവും വലിയ രാജ്യമായിരുന്നു. ഇറാഖിനേക്കാളും വലിയ സമ്പന്ന രാഷ്ട്രവും വളരെ പ്രാചീന കലകളും ഒക്കെ ഉള്ള ഒരു മഹാരാജ്യമായിരുന്നു ഇറാൻ. അവിടെ സ്വതന്ത്രമായൊരു ഭരണമാണ് നിലനിന്നിരുന്നത്. ഇന്നേക്ക് 47 വർഷങ്ങൾക്ക് മുൻപ് ഇസ്രയേൽ ബോംബ് ചെയ്ത് കൊന്ന ഖുമേനി എന്ന് പറഞ്ഞ ഒരു ഭീകരൻ ആ രാജ്യത്തിൻ്റെ ഭരണ സാരഥ്യം ഏറ്റെടുത്തതോടുകൂടി അത് ഇസ്ലാം ഭീകരവാദികളുടെ രാജ്യമായി മാറി. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഇറാൻ, പാകിസ്ഥാൻ. അവരാണ് ചർച്ച നടത്തുന്നത്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈനാം വെച്ചിക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലെ, ദുഷ്ടന് ദുഷ്ടൻ കൂട്ട്. ഇവർ രണ്ടും കൂടി ചർച്ച നടത്തി എന്താകാൻ? ഇസ്രയേൽ ഇപ്പോഴേ പറഞ്ഞു കളഞ്ഞു, പാകിസ്ഥാനിൽ എടുക്കുന്ന തീരുമാനമൊന്നും ഞങ്ങൾക്ക് വേണ്ട, കാശിന് വില കൊടുക്കത്തില്ല, കൂടുതൽ വഷളത്വം കാണിച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് കയറി അടിക്കുമെന്ന് അവർ പറഞ്ഞിരിക്കുക. ഇപ്പോഴേ പറഞ്ഞിരിക്കുക. പാകിസ്ഥാനിലേക്ക് ബോംബ് വിടാൻ അധികം നേളുകളില്ലെന്ന് അവർ തന്നെ പറഞ്ഞിരിക്കുക. ലോകത്തിൻ്റെ എവിടെയും ഞങ്ങളുടെ കൈകൾ എത്തുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് ഞാൻ ഓർക്കാറുണ്ട്. ഇപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങളുടെ കൈകൾ നീട്ടിയാൽ അവിടെ എത്തും. എൻ്റെ അർത്ഥം എവിടെയും കൊണ്ട് ബോംബിടാൻ ഞങ്ങളുടെ പൈലറ്റുമാർക്കും ഞങ്ങളുടെ രാജ്യത്തിനും ഞങ്ങളുടെ സംവിധാനത്തിനും സുശക്തമാണ്, ഞങ്ങൾക്കതിന് കഴിയുമെന്ന് അവർ പറഞ്ഞു. അതാണ് അവരെ പേടിക്കേണ്ട കാര്യം. അതല്ലേ നമ്മൾ സകരിയാപ്രവചനം വായിച്ച് പഠിക്കുമ്പോഴും കേട്ടത്. സകല ജാതികൾക്കും പരിഭവപാത്രമാണ് ഇസ്രയേൽ. ഇസ്രയേൽ എന്ന് കേൾക്കുമ്പോൾ പേടിയാണ്. കാരണം എന്താ? ഒന്നിനും മടിക്കാത്തവരാ. തീത്തോസിൻ്റെ ആക്രമണത്താൽ AD 70 യെരുശലേം ദേവാലയം തകർക്കപ്പെട്ടവർ ചിതറിപ്പോയി. AD 70 ചിതറിപ്പോയവർ അവസാനം അവർ മടങ്ങി വന്നു. 1945 അവർ രാഷ്ട്രം സ്ഥാപിച്ചു. ദീർഘ 2000 വർഷങ്ങളോളം ലോകത്തിൻ്റെ നാനാഭാഗത്ത് ചിതറിക്കിടന്ന് മശിയെ തള്ളിക്കളഞ്ഞതിൻ്റെ ശിക്ഷ അവർ പ്രാപിച്ച് അവസാനം പ്രവാചകന്മാർ പറഞ്ഞു അവർ മടങ്ങി വരും. ദൈവം അവരോട് പറഞ്ഞു മടങ്ങി വരും, മടങ്ങി വരും, ഞാനവരെ മടക്കി വരുത്തും. 47, 48 കാലഘട്ടങ്ങളിൽ അവർ രാഷ്ട്രം സ്ഥാപിച്ചു. അത്തി തളിർത്ത് നല്ല ഫുൾ സിംഗിൽ നിൽക്കുക. ആരെ അവരെ ഉപദ്രവിച്ചാലും അവരെ ഒന്ന് മാന്തിയാൽ അവർ മാന്തി പൊളിക്കും. ആ അവസ്ഥയിൽ അവർ നിൽക്കുക ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ അവരെ ഒരു ചുക്കും ചെയ്യാൻ ആർക്കും കഴിയത്തില്ല. അവരെ കഴിയുന്നൊരു കാലഘട്ടം വരുന്നുണ്ട്. അത് ഗോഗുമാഗോഗിൻ്റെ നേതൃത്വത്തിൽ നമ്മളെപ്പോഴും പറയുന്ന വിഷയമാണ്. ആ സമയത്ത് മാത്രമേ അവർ പരാജയപ്പെടത്തുള്ളൂ. അതും ദൈവവചനത്തിൻ്റെ ഒരു പ്രാവചന നിവൃത്തിയാണ്. അവർ കുത്തിയങ്കിലേക്ക് നോക്കാൻ വേണ്ടി അവർ പരാജയപ്പെട്ടേ മതിയാവൂ. അങ്ങനെ അവർ താളടിയായി കുത്തിയങ്കിലേക്ക് നോക്കുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് വലിയ വിജയം അവർ കൊയ്തെടുക്കുമ്പോൾ ലോകരാജ്യങ്ങൾ മനസ്സിലാക്കും ദൈവം അവരോട് കൂടെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന അള്ളാഹ് ഉണ്ടെന്ന് പറയുന്നവരോ ഒന്നുമില്ല. ഇതൊക്കെ വെറും ഫേക്കാണ്. ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് കൊല്ലുക, അറുക്കുക, മുടിക്കുക, നശിപ്പിക്കുക. അത് സാത്താൻ്റെ സ്വഭാവമാണ്. അല്ലല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. സോദോം ഗൊമോറയും ചെയ്തു കൂട്ടിയ അന്യായങ്ങൾ, അവിടെ അഹങ്കാരം, അവരുടെ സ്വത്രം നിഗളം അത്ര വലുതായിരുന്നു. ദൈവം അവരെ കണക്കിന് ശിക്ഷിച്ചു. ഈ സോദോം ഗൊമോറയും ഒരു ദൃഷ്ടാന്തമായിട്ട് കിടക്കുന്നു ലോകരാഷ്ട്രങ്ങൾക്ക് പഠിക്കുവാൻ. ലോകത്തെ ഭരിക്കുന്ന ഭീകരന്മാരായ ഭരണകർത്താക്കൾക്ക് പഠിക്കുവാൻ സോദോം ഗൊമോറ ഒരു സ്കൂള് പോലെ കിടക്കുക. പഠിക്കാനായിട്ട് കിടക്കുക. പഠന വിഷയമാക്കിയിട്ടിരിക്കുക ദൈവം. പക്ഷെ അതിൽ നിന്നും ആരും ഒരു ഗുണപാഠം പഠിക്കത്തില്ല. കാരണം കോടാനുകൂടി സ്വത്താണ് അറബ് രാജ്യങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവർ വിചാരിച്ചിരിക്കുന്ന അവരുടെ പിതാക്കന്മാർ കൊടുത്ത അനുഗ്രഹമാണ്. അതൊന്നുമല്ല. ഇസ്മയിലിൻ്റെ കടിപ്രദേശത്തു നിന്നും ഇസഹാക്കിൻ്റെ കടിപ്രദേശത്തു നിന്നും 12 പ്രഭുക്കന്മാർ ജനിച്ചു വരുമെന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാക്കുകളുടെ പ്രാവചനിക നിവൃത്തിയാണ്
ഇസ്ലാം മതം എന്ന് പറയുന്നവരും യഹൂദന്മാരെന്ന് പറയുന്നവരും അവരുടെ ഭൗതികമായ നന്മകളൊക്കെ ദൈവം കൊടുത്ത ഭൗതിക അനുഗ്രഹങ്ങളാണ്. അത് തർക്കമില്ലാത്ത വിഷയം തന്നെയാണ്. അവരുടെ കാൽ എണ്ണയിൽ മുക്കട്ടെ എന്ന് പ്രാവചനിക വചനം ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. ഞാൻ എടുത്തു തരാം, കൊടുക്കാൻ സമയമില്ല. അപ്പം എണ്ണ എന്നുള്ളത് ഒരു ദൈവാനുഗ്രഹമാണ്. ആ എണ്ണ വിറ്റ് കാശുണ്ടാക്കി വല്ലവൻ്റെ മണ്ടയിൽ കൊണ്ടേ ബോംബിടാനല്ല ഉപയോഗിക്കേണ്ടത്, അത് അവരുടെ സമൃദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കാം. മറ്റുള്ള പാവപ്പെട്ട രാഷ്ട്രങ്ങളെ സഹായിക്കാനായിട്ട് ഉപയോഗിക്കണം. ലോകത്തിലെ ആതുര കാര്യങ്ങൾ കൊണ്ട് ഉപയോഗിക്കണം. ഇറാൻ ചെയ്യുന്നത് അവരുടെ പ്രോത്സാഹമായിട്ടുള്ള ഭീകര രാഷ്ട്രങ്ങൾക്ക് കാശ് കൊടുത്ത് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാനാണ് അവർ സഹായിക്കുന്നത്. അവരുടെ ഫൈനാൻസ് മുഴുവൻ, അവരുടെ സമ്പാദ്യം മുഴുവൻ ഭീകരന്മാർക്ക് വീതം വെച്ച് കൊടുത്ത് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാനാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേലിന് വീട് കിട്ടിയ അവസരം ഇറാനിൽ അതിശക്തമായ ഒരു ബോംബിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നീ ചർച്ച കഴിഞ്ഞോ ഏതെങ്കിലും ഒരു ഇടവേള കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും ശക്തമായി ബോംബ് ചെയ്യും. കാരണം അവർക്ക് വീണ് കിട്ടിയ അവസരമാണ്. അവരത് ഭംഗിയായിട്ട് ഉപയോഗിക്കും. പിന്നെ ആരും അവർക്ക് ആലോചന പറഞ്ഞു കൊടുക്കണ്ട, അവർക്കറിയാം കാര്യങ്ങളെല്ലാം. ആ നാശവും ഒരു പ്രവചന നിവൃത്തിയാണെന്ന് ചിന്തിക്കാം. ഇറാനികൾ കാട്ടിക്കൂട്ടിയ ഈ വഷളത്വങ്ങളും അക്രമങ്ങളും. 1 കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ദുഷ്ടത ആര് വിതച്ചാലും, അനീതി ആര് വിതച്ചാലും, അത് രാഷ്ട്രത്തലവന്മാർ വിതച്ചാലും, രാജ്യം വിതച്ചാലും, വ്യക്തികൾ വിതച്ചാലും, ആര് വിതച്ചാലും ആ കൊയ്തതായ ദുഷ്ടതകൾ, അനീതികൾ, അക്രമങ്ങൾ അവരവർ തന്നെ കൊയ്തെടുക്കുമെന്ന് സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നു. മനുഷ്യൻ വിതയ്ക്കുന്നത് മനുഷ്യൻ തന്നെ കൊയ്യും. ഇപ്പം ഇറാൻ രാജ്യത്തിലുള്ള തലവന്മാർ ആ ഖുമേനി വിതച്ച ദുഷ്ടതകൾ, അതിൽ ഏറ്റവും എടുത്തു പറയാൻ വേദനാജനകമായ ഇറാനികളായ യൂത്ത്സായിട്ടുള്ള 40,000, 36,000 40,000 ഇടയ്ക്കുള്ള സംഖ്യ ജനത്തെ ഈ കഴിഞ്ഞ ചില മാസങ്ങൾക്കുള്ളിൽ ആ രാജ്യം കൊന്നൊടുക്കി. അതിനെക്കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ല. ഇറാന് വേണ്ടി വീറോടെ വാദിക്കുന്ന ഈ മത തീവ്രവാദികൾക്ക് അതിനെക്കുറിച്ച് പറയുമ്പോൾ സൈലൻ്റ് ആകുക. അവർ സ്വന്തം ജനതയെ കൊന്നൊടുക്കിയ നേതാക്കന്മാരിൽ ഒരാളാണ് അഗ്രഗണ്യൻ സദാം ഹുസൈൻ. അതിൻ്റെ കഷ്ടത അയാൾ തന്നെ പേറി. ഇറാനിലുള്ള ജനത്തെ കൊണ്ട് തന്നെ അമേരിക്ക എന്ത് ചെയ്തു? സദാനെ തൂക്കിലേറ്റിച്ചു. അതുപോലെ ഈ ഖുമേനി കൊന്നൊടുക്കിയല്ലോ, അതിൻ്റെ ശിക്ഷ ആയിരിക്കാം ഒരുപക്ഷെ അവരെല്ലാം കൂടി ബോംബ് ചെയ്തവന്മാരെല്ലാം കൊന്നുകളഞ്ഞത്. അപ്പം ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കി അവർ നേരെ ചൊവ്വേ ജീവിച്ചില്ലെങ്കിൽ അവർ വിതയ്ക്കുന്ന ആ ദുഷ്ടതകളും അനീതികളും അവർ തന്നെ കൊയ്തെടുക്കുമെന്ന് അവരെങ്കിലും ഒന്ന് മനസ്സിലാക്കിയെങ്കിൽ നന്നായിരുന്നു. അതാണ് ഒരു ദൃഷ്ടാന്തമായിട്ട് യൂദ പറയുന്നത്. സോദോം ഗൊമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജടം മോഹിച്ച് നടന്നതിൻ്റെ നിത്യാഗ്നിയുടെ ശിക്ഷാവധി സഹിച്ചുകൊണ്ട് ഒരു ദൃഷ്ടാന്തമായി കിടക്കുന്നു. ഇറാനികളൊക്കെ ഇത് കണ്ട് ഒന്ന് മനസ്സിലാക്കിയെങ്കിലോ. അടുത്ത 8-ാം വാക്യം വായിച്ചോളൂ. ആ ആ ആ ആ ആരാണ് ഇവരെന്ന് പറഞ്ഞാൽ ആരാ? ഒന്ന് കോമൺ സെൻസ് വെച്ചൊന്ന് പറഞ്ഞ് ആരാ? 4-ാം വാക്യം വായിച്ചു. 4-ാം വാക്യം. ആ നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്പാപ്രവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ജലമനുഷ്യർ അവരാണ് ഇവർ. 8-ൽ പറയുന്നത് 4-ൽ പറയുന്നവരുടെ കാര്യമോ 8-ാം വാക്യത്തിൽ പറയുന്നത്. അങ്ങനെ വചനം പഠിക്കുന്നേ. നമ്മൾ ഈ വചനം പഠിക്കാൻ നമുക്ക് ഈ മാന്തി നമ്മുടെ തലമണ്ടയിൽ മുഴുവൻ ഈ ചളുക്കിരിക്കുന്നുണ്ട്, ഒന്നും മനസ്സിലാകത്തില്ല തലയിലോട്ട്. ദൈവവചനം എടുത്തു വെച്ച് വായിച്ച് പഠിക്കാനേ ഇത് മനസ്സിലാകത്തുള്ളൂ. ഇവരും നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാരെ, ഞാനതിന് പറയും വെള്ള സഹോദരന്മാരെ. അതിൽ നായ്പുണ്ട്, നീഗ്രോണ്ട്, എല്ലാവരും ഉണ്ട്. ദുരുപദേശം പറയാൻ ലോകത്തുള്ള സകല വർഗവും ഉണ്ടല്ലോ, ഒരു കൂട്ടർ മാത്രമല്ലല്ലോ. അമേരിക്കയിൽ നിന്നൊരു കറുത്ത നീഗ്രോ വന്നിട്ട് ഇവിടെ ദുരുപദേശം പറഞ്ഞിട്ട് പോയില്ല 6 മാസം മുമ്പ്. അവിടെ നിന്നൊക്കെ വലിഞ്ഞു കയറി വരും. ഇവിടെ കുറേ ദുരുപദേശികൾ കിടപ്പുണ്ട്. അവർ കൊണ്ടുവന്ന് എന്തോ ചെയ്യുക, ഇവരെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ശുശ്രൂഷിപ്പിക്കുക. ഇത് ഭയങ്കര ശുശ്രൂഷ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്ന് ഊതുമ്പോൾ 4 കരണം മറിയുന്നത് ശുശ്രൂഷയാണെന്ന്
പറഞ്ഞുകൊണ്ടിരിക്കുന്ന പമ്പര വിഡ്ഢികളുടെ ലോകമാണ് നമ്മുടെ ലോകം. അങ്ങനെയുള്ള ശുശ്രൂഷകന്മാരുടെ ഒരു വലിയ നിര നമ്മുടെ കേരളക്കരയിലുണ്ട്. ഇവരൊക്കെ ദൈവം കണക്കിന് പാഠം പഠിപ്പിക്കുമെന്നാണ് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിന് വേണ്ടി ദൈവം അവർക്ക് അതിനുള്ള ഒരു വിവേകം പരിജ്ഞാനം കൊടുക്കട്ടെ. അപ്പോൾ അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു. ആര്? യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ. ഈ ക്രിസ്തുവിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ ഉപദേശത്തെ നിഷേധിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ക്രിസ്തുവിൻ്റെ ഉപദേശത്തെ നിഷേധിക്കുമ്പോഴാണ് ക്രിസ്തുവിനെ നിഷേധിക്കുന്നത്. അല്ലാതെ ക്രിസ്തുവിനെ ആരെയും നിഷേധിക്കുന്നില്ല. കർത്താവിനെ ആരും നിഷേധിക്കുന്നില്ല. ആ ഉപദേശത്തെ തള്ളിക്കളയുമ്പോൾ കർത്താവിനെ തള്ളിക്കളയുക. നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, എൻ്റെ വാക്ക് കേൾക്കുന്നവൻ അയച്ചവനെ വാക്ക് കേൾക്കുന്നു. അപ്പോൾ ശിഷ്യന്മാരെ തള്ളിക്കളയുമ്പോൾ കർത്താവിനെ തള്ളിക്കളയുന്നു, അതിലൂടെ പിതാവിനെ തള്ളിക്കളയുന്നു. അപ്പൊ ഈ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാരാണ് ഈ 8-ാം വാക്യത്തിൽ പറയുന്നത്. അതിന് യൂദ കൊടുക്കുന്ന ദൃഷ്ടാന്തം സോദോം ഗൊമോരയും ദൃഷ്ടാന്തമായി കിടക്കുന്നു. അന്യജഡം മോഹിച്ച് ദുർനടപ്പാചരിച്ച് അന്യജഡം മോഹിച്ച് നടന്നതിൻ്റെ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. അങ്ങനെ തന്നെ ഇവരും ആര്? ഈ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാരെ. ഇനി ഇവരുടെ ഒരു ഗ്രൂപ്പ് 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ കിടപ്പുണ്ട്. അവരോട് ഒന്ന് വായിച്ച് ഈ വിഷയം പറയുമ്പോൾ ഇതൊക്കെ എടുത്ത് പറയണം, അല്ലെങ്കിൽ കാര്യം ശരിയാകത്തില്ല. 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം. കള്ളപ്രവാചകന്മാരും ജനത്തിനിടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും നുഴഞ്ഞു വരും, നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകും. അവർ നാശകരമായ മഹത്വേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികൾ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശലവാക്ക് പറഞ്ഞ് അനേകരെ വാണിഭമാക്കും. അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരും. അവരുടെ നാശം ഓർമ്മൊന്നുമില്ല. അപ്പോൾ 2-ാം അധ്യായം മുഴുവൻ അങ്ങോട്ട് വായിച്ചു പഠിച്ചാൽ അവരുടെ നാശത്തെക്കുറിച്ച് പറയുന്നു. ഇവിടെ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർക്ക് വരുന്ന നാശത്തെക്കുറിച്ചാണ് യൂദയുടെ ലേഖനം 5 മുതൽ 16 വരെ പറയുന്ന വിഷയം. 16 വരെ പറയും അവർക്ക് വേണ്ടിയുള്ള നാശങ്ങളാണ്. ഇതൊന്നും ആൾക്കാർ വായിച്ച് പഠിപ്പിക്കുകയോ ഇതൊക്കെ സഭയെ ഗ്രഹിപ്പിക്കുകയോ ചെയ്യാതെ ഇവരെന്നാ ശുശ്രൂഷ ചെയ്യണമെന്ന് എൻ്റെ ചോദ്യം. എന്താ ഈ ശുശ്രൂഷ എന്നുള്ളത്? ഈ വചനമെടുത്ത് ജനത്തിന് പറഞ്ഞു കൊടുക്കുകയല്ലേ ചെയ്യണ്ടേ? പാട്ടും പാടി വെള്ളം വെച്ച് ആൾക്കാരുടെ കാശും തട്ടിപ്പറിച്ച് വിടുകയല്ലേ ചെയ്യുന്നത് കള്ളപ്രവാചകന്മാരെ, ദുരുപദേഷ്ടകന്മാരെ. സഹോദരങ്ങളെ, യൂദ പഠിപ്പിക്കുന്ന വിഷയമെടുത്ത് സഭയെ പഠിപ്പിക്കേ. പൗലൂസ് പഠിപ്പിക്കുന്ന വിഷയമെടുത്ത് സഭയെ പഠിപ്പിക്കേ. നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായങ്ങളൊന്നും പഠിപ്പിക്കാതെ അവർ പഠിപ്പിച്ചത് പഠിപ്പിക്കേ. അവർ നിരപ്പിച്ചതുപോലെ നിരപ്പിക്കേ. അവർ പ്രസംഗിച്ച പോലെ പ്രസംഗിക്കേ. അപ്പോഴേ അത് പ്രസംഗമാവത്തുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ അധിക പ്രസംഗമാണ്. പലരുടെയും പ്രസംഗം ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ അധിക പ്രസംഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവർ പ്രസംഗിക്കുകയാണ്ട് ഒത്തുവരുന്നില്ല. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിനീതമായി ഞങ്ങളാകട്ടെ സ്വർഗ്ഗത്തിൽ ദൂതനാട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവൻ ശപിക്കപ്പെട്ടവൻ. അടുത്ത് ഞങ്ങൾ മുൻ പറഞ്ഞ പോലെ പിന്നെയും പറയുന്നു, ഞങ്ങൾ അറിയിച്ച സുവിശേഷത്തിന് വിനീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ. അപ്പം അവർ പറഞ്ഞു വെച്ച വ്യവസ്ഥ വിട്ടാൽ അത് ശപിക്കപ്പെട്ടവരുടെ ദൂത പ്രസംഗങ്ങളായി. അത് അന്യതാ ഉപദേശമായി. അവർ മറ്റൊരു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരായി. അതിൻ്റെ പിന്നിൽ മറ്റൊരു ആത്മാവായി. അത് മറ്റൊരു സുവിശേഷമായി, സമൃദ്ധിയുടെ സുവിശേഷമായി. വിശ്വാസികളുടെ കഷ്ടത മാറ്റാനും കടം മാറ്റാനും ബുദ്ധിമുട്ട് മാറ്റാനും ഞെരുക്കം മാറ്റാനും അവരുടെ ഭാവി ശോഭനമാക്കാനുമാണ് ഇന്നത്തെ പ്രാസംഗികന്മാരുടെ മുഴുവൻ പ്രസംഗങ്ങളും. ഞങ്ങളുടെ പ്രസംഗങ്ങൾ അതല്ല. വിശ്വാസി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് ദൈവരാജ്യം സ്വർഗരാജ്യം പ്രാപിച്ചെടുക്കണം. അതാണ് ഞങ്ങളുടെ പ്രസംഗം.
അതൊന്നും ആർക്കും വേണ്ട. 10 ചക്രം കൈ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ എല്ലാം ആയെന്നും പറഞ്ഞിരിക്കുക. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ ഇത് ചിലർ കാണിച്ചിട്ട് വിശ്വാസം വിട്ടുടന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോട്, ദ്രവ്യാഗ്രഹം വിട്ടോടാനാണ് പൗലോസ് പഠിപ്പിച്ചത്. ഇന്ന് ദ്രവ്യാഗ്രഹത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന പാസ്റ്റർമാരോട് എന്ത് പ്രസംഗിച്ചാലും നടക്കത്തില്ല. കാരണം അവിടെ ഉള്ളിൽ ദ്രവ്യാഗ്രഹം എന്ന പിശാച് കടന്നുകൂടിയിരിക്കുകയാണ്. അതിനെ പുറത്താക്കാൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. അവർ തന്നെ വിചാരിക്കണം. ഈ വചനം വായിച്ച് പഠിച്ച് ഗ്രഹിച്ച് അവർ തന്നെ വിചാരിക്കും, അല്ല നടക്കത്തില്ല. അതുപോലത്തെ ഒരു മുതുപിശാചാണത്. പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ, അതുപോലെ കാശുള്ളവരൊക്കെ ചിന്തിച്ചോണം നമുക്ക് കുറേ കാശ് കൂടുതൽ കിട്ടിയപ്പോൾ അത് ദൈവാനുഗ്രഹമാണെന്ന് ചിന്തിച്ചാൽ സാത്താൻ നിങ്ങളെ ആ ധനത്തിലൂടെ ബന്ധിച്ചിട്ടിരിക്കുക. യാതൊരു സംശയമില്ല. ഏത് മഹാനാണെങ്കിലും ഞാൻ അങ്ങ് തുറന്നു പറയുക. നമുക്ക് തുറന്നു പറയാമെന്നുള്ളതാണോ നമ്മുടെ ലക്ഷ്യം? നിങ്ങളെ പ്രസാദിപ്പിക്കാനാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ പിന്നെ വചന പ്രഘോഷണമൊന്നും നടക്കത്തില്ല, പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ. ആ പരിപാടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഭൗതികം വർദ്ധിക്കുമ്പോൾ ദൈവാനുഗ്രഹം എന്ന് ആരും ചിന്തിക്കരുത്. ആ വരുന്ന ധനം അത് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ആവശ്യത്തിന് എടുത്തിട്ട് മറ്റുള്ളവർക്ക് അത് വിനിയോഗിക്കാനായിട്ട് ഇത് കൊടുത്തോണം. അതിനുള്ള ഉപദേശ പുസ്തകത്തിൽ കിടപ്പുണ്ട്. യാക്കോബും പൗലൂസും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. ദരിദ്രന്മാരെ സഹായിക്കുക, സഹായം അർഹിക്കുന്നവർക്ക് അത് കൊടുത്തു കളയുക. എത്രയോ പെൺകുട്ടികൾ വിശ്വാസികളായിട്ടുള്ളവർ വിവാഹം കഴിക്കാൻ നിൽപ്പുണ്ട്. എത്രയോ പേര് വീടില്ലാത്തവരുണ്ട്. അമിതമായ നമ്മുടെ സമ്പത്ത് തിരഞ്ഞു പിടിച്ച് അതിനർഹിക്കുന്നവർക്ക് കൊടുക്കാതെ നിങ്ങളത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ അതിലൂടെ സാത്താൻ നിങ്ങളെ ബന്ധിക്കുമെന്നുള്ളത് 100% ഉറപ്പ്. ഇതിൻ്റെ നിക്ഷേപമുള്ളിടത്ത് ഹൃദയവിധി. ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് ഒട്ടകം സൂചിക്കുടിയിൽ കിടക്കുന്നില്ല. ഇപ്പോൾ അതിന് പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുക പലരും. ഒരു വ്യാഖ്യാനവും നൽകണ്ട. കർത്താവ് പറഞ്ഞത് അങ്ങനെ ലളിതമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ധനം സ്വർഗരാജ്യത്തിൽ പോകാൻ തടസ്സമാണ്. ആ കൂനെന്നുള്ളത്, ഒട്ടകത്തിൻ്റെ കൂനെന്നുള്ളത് ധനമായിട്ടെടുത്ത് അങ്ങ് പഠിച്ചോ, തടസ്സമാണത്. വലിയ സമ്പന്നന്മാർ ആത്മീയരായിട്ടുള്ളത് വളരെ കുറവാണ്. വളരെ ചുരുക്കം പേരെ കാശുള്ളവർ ആത്മീയത നിലനിർത്തി കൊണ്ടുപോകുന്നവരുണ്ടെന്ന് പറഞ്ഞാലുണ്ട്, ഇല്ലെന്നില്ല. പക്ഷെ അത് വളരെ തുലവുമാണ്. അത് അവരുടെ സമ്പത്ത് ശ്രദ്ധിച്ചാൽ അവർ കർത്തൃവേലയ്ക്ക് വേണ്ടി അത് വിനിയോഗിക്കുന്നവരായിട്ട് തന്നെ തീർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് അവരെ ഒരു സ്വരൂപിച്ച് വയ്ക്കത്തില്ല, കൂട്ടി വയ്ക്കത്തില്ല. ഈ ധനമെന്നുള്ളത് അനീതിയുള്ള മാമോനാണ്. കർത്താവ് തൻ്റെ പരസ്യന്മാരുടെ ശിഷ്യന്മാരോട് എന്താ പറഞ്ഞത്? അനീതിയുള്ള മാമോനെയും നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കാൻ കഴിയില്ല. ഒന്നുകിൽ ദൈവത്തെ വിട്ട് മാമോനെ സേവിക്കും, അല്ലെങ്കിൽ മാമോനെ വിട്ട് ദൈവത്തെ സേവിക്കും. രണ്ടും കൂടി ഒരുപോലെ സേവിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതാ പൗലോസ് പഠിപ്പിച്ചു വെച്ചു, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. ധനികന്മാരാകാൻ ആഗ്രഹിച്ച പാസ്റ്റർമാരൊക്കെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു കിടക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുക. അവിടെ പ്രസംഗത്തിലൂടെ അവർ തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. നല്ല തീ പാറുന്ന പോലെ വചനം പ്രസംഗിച്ച പാസ്റ്റർമാർ കോടീശ്വരന്മാരായപ്പോൾ അവരുടെ പ്രസംഗം എന്തിനു കൊള്ളാം? ഞാൻ പേരും പ്രസ്ഥാനങ്ങളൊന്നും എടുത്തു പറയുന്നില്ല. അതൊക്കെ കേട്ട് ഒരു ഗുണമില്ലാത്ത, നിലവാരമില്ലാത്ത ശുശ്രൂഷകളായി, പ്രസംഗങ്ങളായി അവർ അധപ്പതിച്ചു പോയി എന്ന് പറയുന്നതിൽ വലിയ വേദനയുണ്ട് ദൈവമക്കളെ. അതുകൊണ്ട് ദൃഷ്ടാന്തങ്ങൾ പലതും നമ്മൾ പഠിക്കണം. പല ദൃഷ്ടാന്തങ്ങൾ പലരിൽ നിന്നും നമ്മൾ പഠിച്ചെടുക്കാം. ഇത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ തന്നെ ദൃഷ്ടാന്തങ്ങൾ എടുക്കാം. ആ കാശിന് പോക്കില്ലാത്തവൻ കാശ് വന്നപ്പോൾ അഹങ്കരിച്ച് അവസാനം അവൻ്റെ കാശ് മുഴുവൻ ഡോക്ടർമാരും അന്യന്മാരും തിന്നുപോയ ദൃഷ്ടാന്തങ്ങൾ എത്രയോ ആൾക്കാരുണ്ട് എടുത്ത് പറയാൻ. എത്രയോ പേര്. അപ്പോൾ പറയും ചിലരൊക്കെ നല്ല സമ്പന്നന്മാരായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് എന്താ കാര്യം? അവിടെ സമ്പന്നത അവരെ ദൈവരാജ്യത്തിൽ എത്തിക്കുമോ? ഒരിക്കലും ഇല്ലല്ലോ. സമ്പത്ത് വർദ്ധിച്ചാലും മനസ്സ് വെക്കരുതെന്നല്ലേ പുതിയ നിയമം. പഴയ നിയമം പുതിയ നിയമം പറയുന്നുണ്ട്. അതുകൊണ്ട് ദൃഷ്ടാന്തങ്ങൾ പലതും നമ്മൾ എടുക്കുക. പലർക്കും വന്ന ദൃഷ്ടാന്തങ്ങൾ. അലക്സാണ്ടർ ചക്രവർത്തി അഹങ്കരിച്ചിട്ട് പറഞ്ഞു, അല്ലയോ മഹാസമുദ്രമേ, നീയും വലിയ ഒരു സൈന്യമായിരുന്നെങ്കിൽ ഞാൻ നിന്നെയും കീഴ്പ്പെടുത്തുമായിരുന്നു. എന്തോ പറ്റി? 33 വയസ്സിൽ ആ മനുഷ്യൻ, 33 വയസ്സെന്ന് പറഞ്ഞാൽ എന്തോ ഉണ്ട്, ഈ ലോകത്തിൽ നിന്ന് മരണത്തിന് കീഴ്പ്പെടേണ്ടി വന്നു.
തൻ്റെ ശവപ്പെട്ടിക്ക് 2 കിഴുത്തയിട്ട് 2 കൈകളും പുറത്തിട്ട്, ഞാൻ നഗ്നനായി വന്നു, ഞാൻ ഒന്നുമില്ലാത്തവനും ഞാൻ വന്നു, ഒന്നുമില്ലാത്തവനായി പോകുന്നു എന്നറിയട്ടെ എന്ന് പറഞ്ഞ് തൻ്റെ ശിഷ്യഗണങ്ങളോട് പറഞ്ഞു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. തൻ്റെ ശവമഞ്ചം കൊണ്ടുപോകുമ്പോൾ താൻ സ്വരൂപിച്ച് കൂട്ടിയ സ്വർണ്ണ നാണയങ്ങൾ എടുത്ത് ഇങ്ങനെ വാരി വിതരണമെന്നൊക്കെ താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്രേ. ഞാൻ വേറൊരു പുസ്തകത്തിൽ അത് വായിച്ചു കേട്ടതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇതൊക്കെ ദൃഷ്ടാന്തമായിട്ട് നമ്മുടെ മുമ്പിൽ കിടക്കുക. സദാം നിഗളിച്ചു. സദാം എന്താ നിഗളിച്ചത്? അമേരിക്കൻ മിലിറ്ററിയുടെ പുറത്തുകൂടി ഞാൻ എൻ്റെ ബൂട്ടിട്ട് ചവിട്ടി ഞാൻ മെതിച്ച് നടക്കുമെന്ന് പറഞ്ഞു. യുദ്ധം കഴിഞ്ഞ് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പുള്ളീനെ പിടിച്ച് തൂക്കിക്കൊന്നു കളഞ്ഞു. അവൻ്റെ നിഗളവും പോയി. ഗത്താഫി, ലിബിയൻ പ്രസിഡന്റ് ഗത്താഫി വലിയ കോടീശ്വരനായിരുന്നു, അഹങ്കാരിയുടെ മൂർത്തിഭാവമായിരുന്നു. അവസാനം അവരെല്ലാവരും കൂടി ഓടിച്ചിട്ട് പിടിച്ച് അവസാനം ഒരു ഓടയിൽ ഒരു ചീഞ്ഞളിഞ്ഞ വസ്തുക്കൾ ഓടുന്ന ഒരു ഓടയുടെ ഉള്ളിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവിടെ നിന്ന് വലിച്ചിട്ട് തല്ലിക്കൊന്നു എല്ലാവരും കൂടി, പട്ടിയെ കൊല്ലുന്ന പോലെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ദൃഷ്ടാന്തമായിട്ട് കിടക്കുക നമ്മുടെ മുൻപിൽ. അലക്സാണ്ടറും മുസോളിനും അതുപോലെ ഹിറ്റ്ലറും ഡാർവിൻ നിരീശ്വരവാദി മാരകമായ രോഗത്തിനടിമയായി വേദന കൊണ്ട് പുളയുന്ന സമയത്ത് ശിഷ്യഗണങ്ങൾ ഡാർവിനോട് ഇങ്ങനെ പറഞ്ഞു. ഞാനത് പുസ്തകത്തിൽ വായിച്ചതാണ്. അല്പസമയം കൂടി പിടിച്ചു നിൽക്കൂ ഗുരുവേ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം ചോദിച്ചു, ഞാൻ എവിടെ പിടിച്ചു നിൽക്കാനാ? വേദന കൊണ്ട് ഞാൻ പുളയുകയാണെന്ന് പറഞ്ഞു. ഒരാശ്വാസവും കിട്ടിയില്ല. വേദന കൊണ്ട് പുളഞ്ഞ് ആ നിരീശ്വരവാദിയായ മനുഷ്യൻ മരിച്ച് നരകാഗ്നിയിലേക്ക് പോയി. അതേസമയത്ത് വേറെ പുസ്തകത്തിൽ അനേക കഥാപാത്രങ്ങൾ എടുത്ത് തരാൻ എനിക്ക് കഴിയും. നല്ല നല്ല മനുഷ്യരെയൊക്കെ എടുത്ത് തരാൻ കഴിയും. അവരുടെ അവസാന സമയത്ത് അവരെന്ത് ചെയ്തു? സാജു കൊത്തൂഞ്ഞൂരേശി മരിക്കാൻ നേരത്ത് എൻ്റെ ആത്മാവ് നിത്യതയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പാട്ടുപാടി മരിച്ച ചരിത്രം തൻ്റെ ജീവിത ചരിത്രത്തിൽ നിന്ന് എനിക്ക് വായിച്ചു പഠിക്കാൻ കഴിയും. അതായത് അനേക ഭക്തന്മാരെ അവരുടെ മരണക്കിടക്കയിൽ അവർ സന്തോഷത്തോടെ അവരുടെ ആത്മാവിനെ ദൈവകരങ്ങളിൽ ഫലമേൽപ്പിച്ച് ഈ ലോകത്തിൽ നിന്ന് യാത്രാമൊഴി ചൊല്ലിപ്പോയി. അതും നമ്മുടെ മുൻപിൽ ഒരു ദൃഷ്ടാന്തമായിട്ട് കിടക്കുക. ദുഷ്ടന്മാരും നീചന്മാരും അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ദൈവശിക്ഷ ഏറ്റുവാങ്ങി മരിച്ചതും അതും ഒരു ദൃഷ്ടാന്തമായിട്ട് കിടക്കുക. ഇവിടെ യൂദ പറയുന്നത് സോദോം ഗൊമോറയും എന്നൊരു പട്ടണം. ഇന്ന് അമേരിക്കൻ ഐക്യനാടുകൾ വേണ്ട, ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ സ്വവർഗാനുരാഗികളെ കൊണ്ടും ഒന്നും പറയണ്ട, ലോകത്തുള്ള സകല മ്ലേച്ഛതയുടെയും ഉറവിടമായി ടെല്ലവീവ്, അമേരിക്ക, ന്യൂയോർക്ക്, അതുപോലെ വലിയ വലിയ രാജ്യങ്ങളുടെ പട്ടണങ്ങളൊക്കെ ഏറ്റവും വലിയ മ്ലേച്ഛതകളുടെ പട്ടണങ്ങളായിട്ട് കിടക്കുക. അവരൊക്കെ ഇതൊന്ന് മനസ്സിലാക്കിയെങ്കിൽ നന്നായിരുന്നു. സോദോവും ഗൊമോറയും അനീതിയും അശുദ്ധിയും നിറഞ്ഞപ്പോൾ ദൈവം അവരെ കണക്കിന് ശിക്ഷിച്ചു, തീ കൊണ്ട് അവരെ ശിക്ഷിച്ചു. ആ പട്ടണങ്ങൾ വെന്ത് വെണ്ണീറായി കിടക്കുക, ദൃഷ്ടാന്തമായിട്ട് കിടക്കുക. ഇന്നും സോദോം ഗൊമോറ ഉപയോഗശൂന്യമായ പട്ടണങ്ങളായിട്ട് കിടക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ഒരു കർത്താവിൻ്റെ ദാസൻ പ്രസംഗിച്ച് ഞാൻ കേട്ടത്. ഇന്നും അവിടെ ഒന്നും ഉണ്ടാകത്തില്ല. കാരണം അതുപോലെ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി ആ ഭൂമിയുടെ ഭൂപ്രകൃതി വരെയും നശിപ്പിച്ചു കളയുന്നു, ദഹിപ്പിച്ചു കളഞ്ഞു. ആ ഭൂമിയിൽ ഒന്നും മുളക്കത്തില്ല. അതിന്നും മാരകമായ വിഷം നിറഞ്ഞ ഭൂമിയായിട്ട് കിടക്കുക എന്ന് പറയും. കാരണം എന്താ? ദൈവത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി. ഇതൊന്നും കണ്ടിട്ട് കാണാതെ പോകുന്ന നമ്മുടെ ലോക രാജ്യങ്ങളിലെ നേതാക്കന്മാരും ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു. നമ്മുടെ രാജ്യവും നമ്മുടെ ഭരണ സംവിധാനങ്ങളും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? ദൈവഭയത്തോടെ ജീവിക്കണം ഏത് മനുഷ്യനും. സോളമൻ അതിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? സദൃശവാക്യങ്ങളുടെ അതുപോലെ സഭാപ്രസംഗി അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിച്ചു പഠിക്കുമ്പോൾ ദൈവത്തെ ഭയപ്പെട്ടുകൊള്ളുക. ഏത് മനുഷ്യനും ദൈവത്തെ ഭയപ്പെട്ടുകൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. എന്താ കാര്യം? ദൈവം സകലതും നല്ലതും ചീത്തതുമായ പ്രവൃത്തിയെ ന്യായവിസ്താരത്തിലേക്ക് നടത്തുന്നൊരു ദിവസമുണ്ട്. ദൈവത്തെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു ഏത് മനുഷ്യനെയും വേണ്ടുന്നതെന്നാണ് സോളമൻ പറയുന്നത്. കാരണം എന്താ? അതല്ലെങ്കിൽ എന്താ പറ്റും? നല്ലതും ചീത്തതുമായ കാര്യങ്ങളെ ദൈവം ന്യായവിസ്താരത്തിലേക്ക് നടത്തും എന്നറിയണം.